കാസർഗോഡ് ഉദുമ ഗ്രാമപഞ്ചായത്ത് ഭരണം LDF-ന് നഷ്ടമായി. പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ UDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. CPM-ലെ PV രാജേന്ദ്രനെതിരെയുള്ള അവിശ്വാസ പ്രമേയമാണ് പാസായത്. UDF-ന് 12-ഉം LDF-ന് 11-ഉം അംഗങ്ങളാണ് ഭരണസമിതിയിലുള്ളത്. ഷഫീഖ് നസറുള്ള വിവരങ്ങൾ നൽകും. ഷഫീഖ്, എങ്ങനെയാണ് LDF-ന് ഭരണം നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത്? ഉദുമ ഗ്രാമപഞ്ചായത്തിൽ UDF-ന് 12-ഉം LDF-ന് 11 അംഗങ്ങളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇതിൽ UDF-ന് ഭരണം ലഭിച്ചിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി തന്നെ തന്റെ വോട്ട് അസാധുവാക്കിയതോടെ അത് നഷ്ടപ്പെട്ടു. അങ്ങനെ UDF-ന് 11-ഉം LDF-ന് 11-ഉം എന്ന അംഗങ്ങൾ നിലവന്നു. തുല്യ നിലവന്നതോടെ അന്ന് നറുക്കെടുപ്പ് നടത്തുകയായിരുന്നു. നറുക്കെടുപ്പിൽ LDF-ന് വിജയിച്ചു. അങ്ങനെയാണ് LDF-ന് ഉദുമ ഗ്രാമപഞ്ചായത്തിൽ ഭരണം ലഭിച്ചത്. ഇപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ UDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. ഇന്ന് അവിശ്വാസ പ്രമേയം എടുത്തപ്പോഴാണ് 12 UDF സ്ഥാനാർത്ഥികളും അതിന് അവിശ്വാസ പ്രമേയം അനുകൂലിച്ചു. 11 പേരാണ് LDF-നുള്ളത്. അങ്ങനെ അവിശ്വാസ പ്രമേയം പാസ്സായിട്ടുണ്ട്. നേരത്തെ ഉദുമ ഗ്രാമപഞ്ചായത്ത് LDF-ന്റെ ഭരണത്തിലുണ്ടായിരുന്ന ഗ്രാമപഞ്ചായത്താണ്. ഇത്തവണയാണ് LDF-ന്റെ അധികാരം നഷ്ടപ്പെടുത്തി UDF അത് പിടിച്ചെടുത്തിരുന്നത്. എന്നാൽ പിടിച്ചെടുത്ത ഗ്രാമപഞ്ചായത്ത് ഭരണത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തന്നെ തന്റെ വോട്ട് അസാധുവാക്കിയതോടെ അന്ന് UDF-ന് ഭരണം നഷ്ടമായിരുന്നു. അന്ന് തുല്യമായി വന്നതോടെ 23 അംഗ ഗ്രാമപഞ്ചായത്തിൽ 12 UDF-നും 11 LDF-നുമാണുള്ളത്. ഈ 12 പേരിൽ ഒരാൾ അസാധുവായപ്പോൾ LDF-നും UDF-നും 11 വീതം അംഗങ്ങളായി. 11 വീതം അംഗങ്ങളായതോടെയാണ് അന്ന് നെറുക്കെടുപ്പ് വേണ്ടി വന്നത്. അതിൽ LDF വിജയിക്കുകയായിരുന്നു. ഇപ്പോൾ 6 മാസം കഴിഞ്ഞ് അതിനുശേഷം ആണ് ഇപ്പോൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നത്. അതിന്ന് ചർച്ചയ്ക്കെടുത്തപ്പോഴാണ് 12 UDF അംഗങ്ങളും അതിനെ അനുകൂലിച്ചു. അവിശ്വാസ പ്രമേയം പാസ്സായിരിക്കുന്നത്.